വെൽക്കം ബാക്ക് ടു ബ്രെയിൻസ് യൂട്യൂബ് ചാനൽ. ഈ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന കാറ്ററ്റ് പരീക്ഷയുടെ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ സെക്ഷനിൽ നമ്മൾ ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് 4 ചാപ്റ്റേഴ്സാണ്. ദെൻ കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 10 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിലും പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് 4 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് അതെടുത്ത് തീർക്കാം. എന്തായാലും ഇന്ന് നമ്മൾ പെഡഗോഗി സെക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് പെഡഗോഗി സെക്ഷനിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തു പോകും. നമുക്ക് എന്തായാലും പെഡഗോഗി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അധികം ടൈം ഇല്ലല്ലോ, അപ്പം ഞാൻ പെഡഗോഗി ഒട്ടും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. പെഡഗോഗി സെക്ഷൻസൊക്കെ നമുക്കിപ്പോൾ BEd പഠിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി പോയാൽ തന്നെ നമുക്ക് ഓർമ്മ കിട്ടും. അപ്പോൾ അത്ര ടഫൊന്നുമില്ല ഈ ഒരു സെക്ഷനിൽ. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പെഡഗോഗി സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു റിലാക്സ് ചെയ്തിട്ട് എഴുതാവുന്നൊരു പാർട്ടാണല്ലേ. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പെഡഗോഗി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഫിസിക്കൽ സയൻസ് എന്താണ്? ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഫിസിക്കൽ സയൻസിൻ്റെ നമ്മൾ ഒരു ടീച്ചിങ് നടത്തുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള എയിംസ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിസിക്സും കെമിസ്ട്രി ഉണ്ടായിരിക്കും അല്ലേ സബ്ജക്റ്റുകളായിട്ട്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എന്താണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ സ്വാധീനിക്കുന്ന 2 സബ്ജക്റ്റുകളാണ് ആണല്ലോ. അതായത് പ്രകൃതിയായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന സബ്ജക്റ്റുകളാണ്. ശാസ്ത്രമാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ശാസ്ത്രം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കിച്ചണിൽ തന്നെ നമ്മൾ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ആണല്ലോ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസൊക്കെ അടുക്കളയിൽ കിച്ചണിലൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ന്യൂട്ടൺസ് തേർഡ് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും, അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് കിടക്കുന്ന സബ്ജക്റ്റുകളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എയിംസ് എന്തൊക്കെയാണ്, അതേപോലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അതിൽ നമുക്ക് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പഠിക്കുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഫിസിക്കൽ സയൻസ് പഠിക്കുന്നത് എന്തിനൊക്കെ സഹായകരമാകുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഫിസിക്കൽ സയൻസ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? എക്സ്പെരിമെൻ്റൽ സ്കില്ല് അക്വയർ ചെയ്യാൻ സാധിക്കുന്നു. ഫസ്റ്റ് പോയിൻ്റാണ് അക്വയർ എക്സ്പെരിമെൻ്റൽ സ്കില്ല്. എന്താണ്? ചെയ്ത് പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്തും, ഒരു കുട്ടി എന്ത് പഠിക്കുന്ന സമയത്തും എക്സ്പെരിമെൻ്റൽ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പഠിക്കുന്ന സമയത്ത് ചെയ്ത് പഠിക്കുന്നതിലൂടെ എന്താണ്? എക്സ്പീരിയൻസ്, അതായത് എക്സ്പെരിമെൻ്റൽ സ്കില്ലാണ് അവിടെ വർദ്ധിച്ചു വരുന്നത്. അതായത് ഒബ്സർവേഷൻ. ഒരു കുട്ടിയെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിലൂടെ, അതായത് ആ ലേണിംഗ് അക്വയർ ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഒബ്സർവേഷൻ സ്കില്ല് വർദ്ധിക്കുന്നു, ഒബ്സർവേഷൻ പവർ. പിന്നെ അതുപോലെ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു. ദെൻ തിങ്കിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ സയൻസ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ എബിലിറ്റി ടു തിങ്ക്, ചിന്തിക്കാനുള്ള ഒരു ശേഷി വർദ്ധിപ്പിക്കുന്നു. അതേപോലെ അഗ്രികൾച്ചറിൻ്റെ ഫീൽഡിൽ, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ എന്താണ്? ഈ ഒരു ഫിസിക്കൽ സയൻസ് പഠിക്കുന്നതിലൂടെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ സയൻസ് പഠിക്കുന്നതിനുള്ള ഹെൽപ്പ്. അതായത് അങ്ങനെയുള്ള ആ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതുകൊണ്ടുള്ള സഹായകരമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ സഹായകരമായിട്ടുള്ളത് ഇത്രയും പോയിൻ്റാണ് മെയിനായിട്ട് പറയാനുള്ളത്. എക്സ്പെരിമെൻ്റൽ സ്കില്ല്, തിങ്കിങ് എബിലിറ്റി, അതുപോലെ ക്യൂരിയോസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ദെൻ നമുക്ക് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ സയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഈ ഒരു എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് അതിൻ്റെ അതായത് ഈ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ചില മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ പറയുന്ന 2-3 പോയിൻറ്റ്സാണ് യൂസ്ഫുൾനെസ്, ടൈംലിനെസ്,
ഫിറ്റ്നസ്, അപ്രോപ്രിയേറ്റ്നെസ്, പ്രാക്ടിക്കബിലിറ്റി. ഇതാണ് മെയിനായിട്ടുള്ള ഈ ഒരു ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട്, ഈ ഒരു മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ സയൻസിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ്ഫുൾനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്ത് പഠിക്കുമ്പോഴും നമുക്കത് യൂസ്ഫുൾ ആവണം അല്ലേ. അപ്പോൾ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഒരു കുട്ടി ഒരു സബ്ജക്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, എന്ത് വേണം, അത് പ്രാക്ടിക്കബിൾ ആവണം. കാരണം എന്താണ്, അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് ആ പഠിക്കുന്നതിന് എന്തുള്ളൂ, ഒരു വാലിഡിറ്റി ഉള്ളൂ അല്ലേ. അതായത് ആ ഒരു പഠിച്ചത് കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിൽ, ആ കുട്ടിയുടെ ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യണം, ആ ഒരു പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ സാധിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ സാധിക്കണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ടൈംലിനെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഫാസ്റ്റായിട്ടുള്ള റെസ്പോണ്ട് കിട്ടണം, സിമ്പിൾ ആവണം, അങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ആയിരിക്കണം. അതായത് നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം. കുട്ടിയിൽ ആ സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം അല്ലേ. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തും, ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ സയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, ആ കുട്ടിയിൽ എന്തുണ്ടായിരിക്കണം, ആ ഒരു സബ്ജക്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അതാര് ചെയ്യണം, ടീച്ചർ ചെയ്യണം അല്ലേ. അപ്പോൾ കുട്ടിയിൽ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കുട്ടിക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കുട്ടിയിലേക്ക് എത്തിക്കാൻ. അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്നല്ല, ഏതൊരു സബ്ജക്റ്റും ആദ്യം കുട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ സ്യൂട്ടബിളായ രീതിയിൽ വേണം കുട്ടിയിലേക്ക് ആ ഒരു ടോപ്പിക്ക് എത്തിക്കാൻ. ദെൻ പ്രാക്ടിക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ ആവണം. അപ്പോൾ ഇതൊക്കെയാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഈ ഒരു ക്രൈറ്റീരിയയെ ബേസ് ചെയ്തിട്ടാണ് ഫിസിക്കൽ സയൻസിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എയിംസും ഒബ്ജക്റ്റീവ്സും എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം നമുക്ക് എയിംസ് ആണ് ഇതിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എയിംസിലേക്ക് വരാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞാലാണ് നമുക്ക് എയിംസിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ ബിഹേവിയറൽ ചേഞ്ച്. നമുക്ക് ഒരു ബിഹേവിയറൽ ഔട്ട്കം ആണെന്ന് പറയാം ഒബ്ജക്റ്റീവ്സിന്. സിമ്പിളായിട്ട് ബിഹേവിയറൽ ഔട്ട്കം ആണെന്ന് പറയാം. എന്താണ്, ഇറ്റ് ഈസ് എ സ്പെസിഫിക് ആൻഡ് പ്രിസൈസ് ബിഹേവിയറൽ ഔട്ട്കം ഓഫ് ടീച്ചിങ് എ പെർട്ടിക്കുലർ ടോപ്പിക് ഓർ ലെസൺ ഓഫ് ഫിസിക്കൽ സയൻസ്. എന്താ പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് എ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ബിഹേവിയറൽ ഔട്ട്കമ്മിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എങ്ങനെ, ടീച്ചിങ് എ പെർട്ടിക്കുലർ ടോപ്പിക് ഓർ ലെസൺ, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ ലെസണോ പഠിപ്പിക്കുന്നതിലൂടെ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, ബിഹേവിയർ ചേഞ്ച് അല്ലെങ്കിൽ ബിഹേവിയർ ഔട്ട്കം ആണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അതായത് ഇറ്റ് ഈസ് വെരി സ്പെസിഫിക് ആൻഡ് പ്രിസൈസ്. ആ പോയിൻ്റ് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. സ്പെസിഫിക് ആണ്, അതേപോലെ പ്രിസൈസ് ആയിട്ടുള്ളൊരു ബിഹേവിയറൽ ഔട്ട്കമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ക്യാൻ ബി റിയലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെഫിനിറ്റ് പ്ലാൻഡ് ആക്ടിവിറ്റീസ്. എങ്ങനെയാണ് ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നത്, ഒബ്ജക്റ്റീവ്സ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന കുട്ടിയിലേക്ക്? അതായത് ഇറ്റ് ക്യാൻ ബി റിയലൈസ്ഡ്, അതായത് ഒരുപാട് ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്ലാൻഡ് ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഡെഫിനിറ്റ് പ്ലാൻഡ് ആക്ടിവിറ്റീസിലൂടെ. ഓക്കെ അല്ലേ. ദെൻ ദേ ആർ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് വിച്ച് ആർ അറ്റൈനബിൾ. എന്താ പറയുന്നത്, അറ്റൈനബിൾ ആയിട്ടുള്ള, മസ്റ്റ് ബി അറ്റൈനബിൾ, നമുക്ക് തീർച്ചയായിട്ടും അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോൾസിനെയാണ് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അറ്റൈനബിൾ ഗോൾസാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഗോളുകളാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി അറ്റൈനബിൾ ആൻഡ് ഇറ്റ് ഈസ് വെരി ഷോർട്ട് ടൈം പ്രോസസ്സ്. അതൊരു ചെറിയ ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് നമ്മളിപ്പോൾ ലെസൺ പ്ലാനൊക്കെ എഴുതുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും, ഒബ്ജക്റ്റീവ്സ് എഴുതിയിട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ ഈ പറയുന്ന ലെസൺ പ്ലാനിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. അപ്പോൾ അത് നമുക്ക് അറ്റൈൻ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ദെൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ എന്താണെന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് എയിംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻറ്റ് ഗോൾ വിച്ച് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റിയലൈസ്ഡ് ബട്ട് ക്യാൻ ബി റിയലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ പ്ലാൻഡ് ആക്ടിവിറ്റീസ്. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോളാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളാണ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സാണ്, അതായത് ഡിസ്റ്റൻറ്റ് ഗോളാണെന്ന് പറയാം. അത് നമുക്ക് പെട്ടെന്നൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അല്ലേ. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ടീച്ചർ ആവാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ആ ഒരു ഇതിലേക്ക് എയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ടീച്ചർ ആവണം, പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് സ്റ്റെപ്പുകൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ പോവേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല, കിട്ടത്തില്ല. പക്ഷെ എന്താണ്, ക്യാൻ ബി റിയലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൻ പ്ലാൻഡ് ആക്ടിവിറ്റീസ്. പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സെർട്ടൻ ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് എയിംസ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അതായത് ഒബ്ജക്റ്റീവ്സിൻ്റെ അന്തിമമായിട്ട് ഒബ്ജക്റ്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ്, അതായത് ആ ഒരു ലാസ്റ്റ് പോർഷനിൽ, അതായത് ആ ഒരു അന്തിമമായിട്ട്, അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ അന്തിമമായിട്ടെന്നുള്ള മീനിങ്ങിലാണ്, അതായത് ലാസ്റ്റ് എൻഡിലാണ് നമുക്ക് എയിംസ് അച്ചീവ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി എൻറ്റയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ആ ഒരു എൻറ്റയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒബ്ജക്റ്റീവ്സ് എന്താണ്, എയിംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം, അതിനുവേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി അറ്റൈനബിൾ, അതായത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോളാണെന്ന് പറഞ്ഞു അല്ലേ. അത് ചിലപ്പോൾ നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒന്നാണ് എയിംസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതുകൊണ്ടുള്ള എയിംസ് എന്താണെന്ന് പറയുന്നത്, ടു മേക്ക് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഇൻ ഫിസിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് പഠിപ്പിക്കുന്നതിനുള്ള പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, കുട്ടിക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാര്യം പറയുന്നത് അല്ലേ. കുട്ടിക്ക് ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെന്ന് വെച്ചാലും ആദ്യം ആ കുട്ടിയിൽ എന്തുണ്ടാക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല അല്ലേ. ആ ഒരു സബ്ജക്റ്റിൽ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് പിന്നെ അതൊന്നും പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതാണ് ഫിസിക്കൽ സയൻസിൻ്റെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്, ടു മേക്ക് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഇൻ ഫിസിക്കൽ സയൻസ്. ആൻഡ് ദെൻ ടു ഫെമിലിയറൈസ് സ്റ്റുഡൻസ് വിത്ത് ദ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേഡ് ഇൻ ഫിസിക്കൽ ഇൻ ദെയർ ഡെയിലി ലൈഫ്. എന്താ പറയുന്നത്, ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പിന്നെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ആ കുട്ടിക്ക് ഫിസിക്കൽ സയൻസ് പഠിച്ചാൽ മാത്രം പോരാ, ഫിസിക്സും കെമിസ്ട്രി ആയാലും എന്താണ്, അത് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതായത് കുട്ടിയുടെ ഡെയിലി ലൈഫുമായിട്ട് ഈ പറയുന്ന സബ്ജക്റ്റിനൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അതാണ് അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ടു ഡെവലപ്പ് സയൻറ്റിഫിക് കൾച്ചർ ഇൻ സ്റ്റുഡൻസ്. എന്താണ്, സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ, കുട്ടികളുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം, ഒരു സയൻറ്റിഫിക് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക. അതാണ് അടുത്തൊരു എയിം എന്ന് പറയുന്നത്. ദെൻ ടു പ്രൊവൈഡ് ട്രെയിനിങ് ടു സ്റ്റുഡൻസ് ഇൻ മെത്തേഡ്സ് ഓഫ് സയൻസ്. എന്താണ്, കുട്ടികൾക്ക് സയൻസിൻ്റെ, അതായത് സയൻസിൻ്റെ മെത്തേഡ്സ് എന്താണ്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, സയൻസിൻ്റെ സെക്ഷനിൽ പറയുന്ന, അതായത് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് സയൻസ് പഠിക്കാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ട്രെയിൻ ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ പിന്നെ പറയുന്ന ഒന്നാണ്
എന്താ ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ഫിസിക്സ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. എന്താ പറയുന്നത്, ഫിസിക്സിൽ അതേപോലെ സോഷ്യൽ ബിഹേവിയറിലൊക്കെ വരുന്ന ഒരുപാട് കൺസെപ്റ്റുകളും തിയറീസൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾക്ക് നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്തൊരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയിംസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞതാണ് ഒരു വാക്കുണ്ട് ഗോൾ എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ഇത്രയും നേരം പറഞ്ഞതിൽ ഗോൾ എന്ന് ഞാൻ കുറേ നേരമായി പറയുന്നു. എന്താണ് ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ വൈഡർ ഓർ ഡീപ്പർ കൺസെപ്റ്റ്. വളരെ വൈഡർ ആയിട്ടുള്ള ഒരു ഡീപ്പായിട്ട് ആഴത്തിലുള്ളൊരു കൺസെപ്റ്റാണ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എയിംസും ഒബ്ജക്റ്റീവ്സും അടങ്ങിയതാണ് എന്ത്, ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എൻ അൾട്ടിമേറ്റ് ടാർഗറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ വാണ്ട് ടു അറ്റൈൻ ദാറ്റ്. എന്താണ്, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ടാർഗറ്റാണ് ഈ പറയുന്ന ഗോൾ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യണം, ഈ പറയുന്ന ഇൻഡിവിജ്വൽ, അതായത് ഈ ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണം, അറ്റൈൻ ചെയ്യണം. അതാണ് ഗോൾ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ്, എയിം എന്താണ്, ഇപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്. അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എയിംസിലേക്ക് എത്തിയെന്ന് പറയുന്നത്. ആ എയിംസ് സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് നമ്മൾ ഗോള് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്. അതായത് ഗോൾ എന്ന് പറയുന്നത് എയിംസും ഒബ്ജക്റ്റീവ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വൈഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സായിട്ട് നമുക്കിപ്പോൾ 1ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചു, അല്ലെങ്കിൽ +2 വരെ പഠിച്ചു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ നമുക്ക് ഗോൾ എന്ന് പറയുന്നത് ആദ്യം സെറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് പറയാം. ഗോൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ ടീച്ചർ ആവണം എന്നുള്ളത് വിചാരിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. വൈഡർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗോള് സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? ഗോൾ എന്ന് പറയുന്നത് ഡോക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മുതൽക്കേ പഠിക്കണം, 1ാം ക്ലാസ് മുതൽക്കേ പഠിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? MBBS ആണ്, അല്ലേ? അപ്പോൾ ഇതിൽ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് നമുക്ക് ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് എയിം ചെയ്തിട്ട് വേണം പഠിക്കാൻ? MBBSനെ എയിം ചെയ്തിട്ട് വേണം പഠിക്കാൻ, അല്ലേ? MBBS നമുക്ക് അച്ചീവ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഗോള്, അതായത് ഡോക്ടർ എന്ന ആ ഒരു ഗോള് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ MBBS അല്ലെങ്കിൽ എൻട്രൻസ് ഒക്കെയാണ് എയിമായിട്ട് പറയുന്നത്. ദെൻ അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കും? അതായത് +2 വരെയുള്ള ആ ഒരു ലേണിംഗ് ടൈം, അതായത് 1 to നമ്മളിപ്പോൾ MBBS പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയിട്ട് MBBS പഠിക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ലോവർ സ്റ്റെപ്പിൽ, അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് +2 വരെയുള്ള കാലഘട്ടങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എയിം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് MBBSലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ എൻട്രൻസ് എഴുതി MBBS പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് +2 വരെയുള്ള ആ ഒരു പഠനം കിട്ടണം. അപ്പോൾ അവിടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന +2 വരെയുള്ള ലൈഫാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട, പക്ഷേ ഞാൻ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദെൻ ഇനി നമുക്ക് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് എയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ അൾട്ടിമേറ്റ് ഗോൾസ് ആർ നോൺ ആസ് എയിംസ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ഗോളാണ് എയിം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ഗോളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ എയിം എന്ന് പറയുന്നത് എന്താണ്? അത് ഡയറക്ഷണലാണ്, പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് എ ബ്രോഡ് ആൻഡ് ജനറൽ കൺസെപ്റ്റ്. ബ്രോഡായിട്ടുള്ള ഒരു ജനറൽ കൺസെപ്റ്റാണ് എയിം എന്ന് പറയുന്നത്. പക്ഷേ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ദ എൻഡ് പോയിൻ്റ് ഓഫ് ദി പോസിബിൾ അച്ചീവ്മെൻറ്റ്. അതായത് നമുക്ക് എന്താ പറയുന്നത്, എയിംസിലേക്ക് എത്താനുള്ള ഒരു പോസിബിളായിട്ടുള്ള അച്ചീവ്മെൻറ്റിൻ്റെ എൻഡ് പോയിൻ്റാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എയിംസ് ആർ ദ ഡയറക്ഷൻ ഗിവൺ ടു ദ എൻറ്റയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. നമ്മൾ പറഞ്ഞു അല്ലേ, എയിംസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് എന്താണ്? എൻറ്റയർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പോയിന്റ് ഷോയിങ് പോസിബിൾ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഗിവൺ ഡയറക്ഷൻ. ആ ഒരു എയിം ഡയറക്റ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ പോസിബിളായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സുകളാണ് എന്ത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് എയിംസ് ഗീവ്സ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വൈ ദീസ് സബ്ജക്റ്റ് ഈസ് ടോട്ട്. എന്തിനാണ് ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നാണ് എയിം ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വാട്ട് ആഫ്റ്റർ ടോട്ട് ദിസ് സബ്ജക്റ്റ്. ഇങ്ങനൊരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം എന്താണ്, അതാണ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. പിന്നെ എയിംസ് എന്ന് പറയുന്നത് വളരെ വൈഡറായിട്ടുള്ള ബ്രീഡറായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. മറ്റേത് സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ദെൻ എയിംസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ചേഞ്ച് ആവുന്നില്ല. ഒബ്ജക്റ്റീവ്സ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ചേഞ്ചബിൾ ആണ്. ദെൻ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയിംസ് എന്ന് പറയുന്നത് കണ്ടൻറ്റ് ഏരിയയെ സെലക്ട് ചെയ്യാനൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല. മറ്റേത് അങ്ങനെ ഒരു ഹെൽപ്പിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ എയിംസ് ആർ കൺഫൈൻഡ് വിത്ത് ദ ഔട്ട്സൈഡ് ഓഫ് ദി ക്ലാസ് റൂം. എന്താ പറയുന്നത്, ക്ലാസ് റൂമിന് പുറത്തും പരന്ന് കിടക്കുന്ന വൈഡറായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എയിം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ. പിന്നെ എയിംസ് ആർ വൈഡർ കൺസെപ്റ്റ് ഹാവിങ് ലിറ്റിൽ സിഗ്നിഫിക്കൻറ്റ്. വൈഡറായിട്ടുള്ള കൺസെപ്റ്റാണ്, ലിറ്റിൽ സിഗ്നിഫിക്കൻ്റ് ആണുള്ളത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ മോർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സ്കോപ്പ് ഓഫ് എയിംസ് ആർ ബിയോണ്ട് ദ സ്കൂൾ പ്രോഗ്രാം. സ്കോപ്പ് ഓഫ് എയിംസ്, അതായത് എയിംസിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ബിയോണ്ട് ദ സ്കൂൾ പ്രോഗ്രാമിനേക്കാളും പുറത്ത് വൈഡായിട്ട് കിടക്കുന്നതാണ്. ഒബ്ജക്റ്റീവ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഇൻ സ്കൂൾ പ്രോഗ്രാം, സ്കൂളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പിന്നെ എയിംസ് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടൈം എടുക്കും. ഒബ്ജക്റ്റീവ്സ് ആണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ, അതായത് ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ എയിംസ് എന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഫുള്ളി അച്ചീവ്ഡ്. എയിംസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കാം, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാതിരിക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എയിംസ്, ഫിസിക്കൽ സയൻസിൻ്റെ എയിംസ് തന്നെയാണ് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് 7 എയിമായിട്ട് പറയാം. എന്താണ് പറയുന്നത്, നേച്ചർ ഓഫ് സയൻസ്, അതായത് സയൻസിൻ്റെ നേച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള അതായത് അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ടൊരു നോളജ് നമുക്ക് കിട്ടും. ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് സയൻസിൻ്റെ നേച്ചറിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഫസ്റ്റ് എയിം. അതേപോലെ ടുവേർഡ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് സ്കില്ല് ഡിഫറെൻ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സയൻറ്റിഫിക് മെത്തേഡിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ദെൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ക്ലബ് ആക്ടിവിറ്റീസ്, സ്റ്റഡി ടൂറ്, സെമിനാർ, അങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്നത് എന്താണ്, ടുവേർഡ്സ് ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻസ് ഫിറ്റ് ദംസെൽസ് ബെറ്റർ ഇൻ ടു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുട്ടിയെ കൂടുതൽ ഫിറ്റാക്കാൻ, സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫിസിക്കൽ സയൻസ് എയിം ചെയ്യുന്നുണ്ട്. അതൊരു എയിമാണ്. ദെൻ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഡെവലപ്പ് സ്യൂട്ടബിൾ കരിയർ ഇൻട്രസ്റ്റ്. അവർക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന ഒരു കരിയറിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഫിസിക്കൽ സയൻസിൻ്റെ എയിംസ് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഒരു ടേമാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിൽ വരുന്ന ഒരു ടേമാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ബിഹേവിയറൽ ഔട്ട്കം കിട്ടുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കുമ്പോൾ, ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ആ ഒരു കുട്ടിക്ക് കിട്ടുന്ന ബിഹേവിയറൽ ഔട്ട്കമാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചിട്ടുള്ള, മുന്നേ കൂട്ടി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിഫിക്സഡ് ആയിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് വിച്ച് ആക്ട് ആസ് ദ ഡയറക്ഷൻ ഫോർ ടീച്ചിങ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നൊരു പോയിൻ്റാണ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ്? ഇപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. പ്രിഫിക്സഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണെന്ന് പറഞ്ഞു. ആഫ്റ്റർ സെലക്ടിങ് ദീസ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഈ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ദെൻ ദ ടീച്ചർ സെലക്ട് ദ വേ ടു അറ്റൈൻ ദ ഗോൾ. ഡിഫറെൻറ്റ് വേസ്, അതായത് നമ്മളിപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് ആ ഒരു ഗോളിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല ആണല്ലോ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് എടുത്ത് വെച്ചു, എന്നിട്ട് നമുക്ക് ഇന്ന ഗോളിലേക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ നോക്കിയിരുന്നാൽ ആ ഒരു ഗോൾ എത്തില്ല അല്ലേ. നമ്മൾ അതിനെന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ ഈ കുട്ടിയിലേക്ക് നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ഗോൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേസിലൂടെ ആ ഒരു കുട്ടിയിലേക്ക് ആ ഒരു സംഭവം എത്തിക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ലെസൺ പ്ലാനൊക്കെ എഴുതുന്ന സമയത്ത് തന്നെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ആ ഒരു എൻ്റെ ക്ലാസ്സിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ടീച്ചർ ഒന്നുകിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസ് കൊടുക്കണം. അപ്പോൾ എന്താണ്, ഇതൊക്കെ ഡിഫറെൻറ്റ് വേയ്സ് ആണ് എങ്ങനെ ടു അറ്റൈൻ ദാറ്റ് ഗോൾ. ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ നടത്തുന്ന ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ടീച്ചിങ് ആണ് ആ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ അല്ലേ. ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലെസൺ പ്ലാനിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ സെലക്ട് ചെയ്തെടുക്കുന്ന ഡിഫറെൻറ്റ് വേയ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആഫ്റ്റർ സെലക്ടിങ് ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ടീച്ചർ സെലക്ട് ദ വേ ടു അറ്റൈൻ ദ ഗോൾ. ടീച്ചർ എന്ത് ചെയ്യുന്നു, ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് വേയ്സ് സെലക്ട് ചെയ്യുന്നു. അതായത് ഈ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഡിഫറെൻറ്റ് വേയ്സ് ആർ നോൺ ആസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ആ ഡിഫറെൻറ്റ് വേയ്സ് ആണ് എന്ത് പറയുന്നത്, ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് എന്ന് പറയുന്ന ടേം എന്താ പറയുന്നത്, സ്റ്റുഡൻസ് റിയാക്ട്സ് വിത്ത് ദ ന്യൂലി ഫൗണ്ടഡ് സിറ്റുവേഷൻ. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറയുന്ന ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ അറ്റൈൻ ചെയ്തിട്ടുള്ള ന്യൂലി ഫൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ആക്ടിവിറ്റി ലീഡ്സ് ടു ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണിംഗ് ആക്ടിവിറ്റിയാണ് ലേണിംഗ് എക്സ്പീരിയൻസിന് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ അങ്ങനെ പറയുന്നു എന്ന് മാത്രം, എന്താണ് ആ ഒരു ടേം മെൻഷൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒബ്ജക്റ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സ്പെസിഫിക് ആണ്, സിമ്പിളാണ്, അതുപോലെ ഗസ് വർക്കിനൊന്നും അവിടെ സ്കോപ്പില്ല. ദെൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലേണറിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ളതാണ്, ഇവാലുവേഷന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്, പിന്നെ ഒരു ഹെൽപ്പിംഗ് ഫോർ സെലക്ഷൻ ഓഫ് ടോപ്പിക്. ഒരു ടോപ്പിക്കിനെ സെലക്ട് ചെയ്യാനൊക്കെ ഒബ്ജക്റ്റീവ്സ് സഹായിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആയാലും, ഫിസിക്കൽ സയൻസ് ആയാലും നാച്ചുറൽ സയൻസ് ആയാലും മാത്സ് ആയാലും അങ്ങനെ ഏതൊരു സബ്ജക്റ്റ് ആണെച്ചാലും അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ആൾക്കാർ വേണം. ആ ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ അതിനുള്ള എല്ലാ തരത്തിലുള്ള അതായത് ഇപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിലും അതിന് സഹായിക്കാൻ കുറച്ച് ആൾക്കാർ വേണം. അതിപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ KCF, NCF അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് അല്ലേ. അതായത് ആദ്യ വിദ്യാഭ്യാസ നയം വന്നത് എപ്പോഴാണ്, 1986 1986. ദെൻ അപ്പോൾ അതാണ് ഇപ്പോഴും നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ കുറേ ക്ലാരിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വെച്ചാൽ പറയാം. ഓക്കെ, NCF 2005 നമ്മൾ 2005 ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ NCF അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്താ, അതിലിപ്പോൾ കാര്യമായിട്ട് എന്താ പറയുക, ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കരിക്കുലം ആൻഡ് സിലബസിൽ നിന്നും കരിക്കുലത്തിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണിത്. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എന്താണ്, പുസ്തകത്തിൽ ഒതുങ്ങിക്കൂടാൻ പറ്റുന്നതല്ല അല്ലേ. ഈ ഒരു NCF പറയുന്നത് ഇതൊക്കെയാണ്. അതായത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് ആ ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പറ്റുന്നതല്ല. വെറുതെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രി
ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു പഠനം ആവരുത് ഈ പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതെന്താണ്? അതായത് ആ ഒരു കുട്ടിയുടെ സ്കൂളിന് അകത്തും പുറത്തും ഉണ്ടാകുന്ന എല്ലാവിധ ജീവിത അനുഭവങ്ങൾക്കും അവൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മാത്രമല്ല നമ്മൾ സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതും ഒക്കെ, കോളേജിൽ പോകുന്നതും പഠിക്കുന്നതൊക്കെ, അല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ആ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ അനുഭവങ്ങളുമായിട്ടും ഈ പറയുന്ന വിദ്യാഭ്യാസം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? അതായത് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, സൊസൈറ്റിയിൽ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കണം, പ്രോപ്പറായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ആ ഒരു നോളേജ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റണം, അല്ലേ? ടീച്ചേഴ്സാണ് അതിനെന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് നൽകുന്നത്, അല്ലേ? ഒരു കുട്ടിക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം നൽകുന്നതും അത് പ്രോപ്പറായിട്ട് ഇന്ന സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യണമെന്നുള്ള ആ ഒരു നോളേജൊക്കെ കൊടുക്കുന്നത്, ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് ആരാണ്? ടീച്ചേഴ്സാണ്, അല്ലേ? അപ്പോൾ പ്യൂപ്പിൾസിനെ അതിലേക്ക് ഇമോഷണലി, മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി, ഇൻ്റലക്ച്വലി ഒക്കെ ട്രെയിൻ ചെയ്യുന്നത് ആരാണ്? ടീച്ചേഴ്സാണ്, അല്ലേ? മാനസികമായിട്ടും അതേപോലെ ഫിസിക്കലായിട്ട്, അതേപോലെ മെൻ്റലായിട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഇൻ്റലക്ച്വലി, ബുദ്ധിപരമായിട്ടും ഒക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സാണ് അത് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ട്. അതാണ് ഈ പറയുന്ന NCF പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിൽ പഠിക്കണമെന്നില്ല, ഞാൻ കുറേ അതിലിങ്ങനെ വാരി വലിച്ച് എഴുതിയിട്ടുണ്ട്. എഴുതിയെന്ന് മാത്രം വേണ്ടവർക്ക് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അതിൽ NCF എന്ന് പറയുന്നത് 2005 പറയുന്നത്. കൺസ്ട്രക്റ്റിവിസമാണ് ഈ പറയുന്ന NCF 2005 പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. NCF 2005 പറയുന്നത് കൺസ്ട്രക്റ്റിവിസം ബേസ് ചെയ്തിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, നമുക്കിപ്പോൾ NCF എന്ന് പറയുന്നത് 1975, 88, അതേപോലെ 2000 ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 2005 നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേതിൽ നിന്നൊക്കെ ഒരു മോഡിഫൈ ചെയ്ത് വന്നതാണ് ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്, അതിലൊക്കെ ഒരു ബിഹേവിയറിസം ആയിരുന്നു, അല്ലേ? ഇപ്പോഴത്തെ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസമാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ആദ്യത്തെ എന്നൊക്കെ പറയുന്നത് ബിഹേവിയറിസത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്റ്റിവിസത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെന്താണ്, ഇറ്റ് ഓൺലി സജസ്റ്റീവ് ആൻഡ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിനൊക്കെ അത് ഗൈഡ് ലൈൻ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളൊന്നും ജസ്റ്റ് അതിൽ ഓർത്ത് വെച്ചാൽ. പിന്നെ അതിൽ പഠിക്കാനുള്ളത് ഈ പറയുന്ന NCF 2005 ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ യശ്പാൽ ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പ്രൊഫസർ യശ്പാലാണ് NCF 2005 ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് പറയുന്നുണ്ട്. എന്താണ്, ദേശീയപരമായിട്ട് വിദ്യാഭ്യാസ മൂല്യത്തെ സ്ട്രെങ്തൻ ചെയ്യുക, അതാണ് ഒരു പേഴ്സ്പെക്റ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. അതായത് സ്ട്രെങ്തനിങ് ദ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ദേശീയപരമായിട്ട് ഈ വിദ്യാഭ്യാസ മൂല്യത്തെ, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ഉയർത്തിപ്പിടിക്കുക. അതാണ് ഒരു പേഴ്സ്പെക്റ്റീവായിട്ട് പറയുന്നത്. ദെൻ റെഡ്യൂസിങ് കരിക്കുലം ലോഡ്. നമ്മൾ യശ്പാൽ കമ്മിറ്റിയൊക്കെ വന്ന സമയത്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, സ്കൂൾ ബാഗിൻ്റെയൊക്കെ ലോഡ് കുറയ്ക്കുക. അതായത് സിലബസിലുള്ളതൊക്കെ വെട്ടിക്കുറച്ചിട്ട് കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ കുട്ടികളൊന്ന് ഫ്രീ ആക്കി കൊടുക്കുക, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, യശ്പാൽ കമ്മിറ്റി വന്ന സമയത്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ റെഡ്യൂസിങ് കരിക്കുലം ലോഡ്, അതായത് ആ ഒരു കരിക്കുലം സിലബസ് എന്ത് ചെയ്യുക, ഒന്ന് വെട്ടിക്കുറച്ചിട്ട് കുട്ടികളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രീ ആക്കിയിട്ടുള്ള ലെവലിലുള്ള ഒരു സിസ്റ്റം. അതാണ് ഇതിൻ്റെ ഒരു അടുത്തൊരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് കരിക്കുലം ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കരിക്കുലം, അതായത് മൂല്യവൽക്കരണം. ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ദേശീയപരമായിട്ട് വിദ്യാഭ്യാസ മൂല്യത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് കൊടുത്തിട്ട്. ഓക്കെ, ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ആൾ. എന്താണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും തുല്യമായിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ
പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് NCF 2005 പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയാണ്? കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ, അതായത് ഗൈഡ് ലൈൻസ് ആയിട്ട് പറയുന്നതാണ്. നോളജ് എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഔട്ട്സൈഡ്, അതായത് കുട്ടികളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുക. അതേപോലെ ലേണിംഗ് ഈസ് ഷിഫ്റ്റഡ് എവേ ഫ്രം റോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാണാപ്പാഠം പഠിക്കുന്ന ഒരു സ്വഭാവം അല്ലേ. പണ്ട് കാലത്തോ കുട്ടികൾ എന്തായിരുന്നു? കാണാപ്പാഠം പഠിച്ചിട്ട് എക്സാം എഴുതുന്ന ഒരു രീതിയായിരുന്നു, അങ്ങനെ എഴുതി പാസ്സാവുന്ന ഒരു രീതിയായിരുന്നു അല്ലേ. ഇപ്പോഴും ഉണ്ടല്ലേ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ച് എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികളിലുണ്ട്. പക്ഷെ എന്താന്ന് മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ച് എഴുതിയാലും എക്സാം പാസ്സാവുമായിരുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? കുട്ടികൾക്ക് എന്താണ് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കുട്ടികൾ എന്താ പഠിക്കുന്നതെന്ന് പോലും അറിയില്ല അല്ലേ. അതിനെക്കുറിച്ചിട്ട് ആ കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയില്ല. ജസ്റ്റ് ഇങ്ങനെ കാണാതെ ഇങ്ങനെ കണ്ണും പൂട്ടി അടച്ചിങ്ങനെ പഠിച്ച് പോവുക എന്നല്ലാതെ, അങ്ങനെ പോയി എക്സാം എഴുതുക എന്നല്ലാണ്ട് എന്തില്ല, അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള നോളേജൊന്നും അവിടെ അതായത് നോളേജ് ഡെവലപ്മെൻ്റ് ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. കുട്ടികൾ ആ പഠിച്ചത് അതേപോലെ എഴുതുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പറയുന്ന NCF 2005 പറയുന്നത് റോഡ് മെത്തേഡിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതായത് കാണാപ്പാഠം പഠിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? പുതിയൊരു സിസ്റ്റത്തിലേക്ക്, അതായത് എന്താണ് ഇന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? റോട്ട് മെത്തേഡ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ എങ്ങനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്? നമ്മൾ എന്താണോ പഠിച്ചത്, അതായത് നമ്മുടെ ആ ഒരു പഠിച്ച കാര്യത്തിനെ ബേസാക്കി നിർത്തിയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എന്താണ്? കാണാപ്പാഠം പഠിച്ചാൽ മാത്രം പോരാ എന്നുള്ളൊരു അറിവ് കിട്ടി. അതായത് കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് എക്സാം എഴുതി പാസ്സാവില്ല. 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ പഠിച്ചിരുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ബാക്കി എല്ലാം ആപ്ലിക്കേഷൻ ലെവലിലാണ്. ഒരു ക്വസ്റ്റ്യൻ ലെവൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനായിട്ടായിരിക്കും. അപ്പോൾ എന്താണ് NCF 2005 ഫോക്കസ് ചെയ്യുന്ന എന്താണ്? റോട്ട് മെത്തേഡിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുക, അതാണ് ഒരു ഗൈഡ് ലൈനായിട്ട് പറയുന്നത്. ദെൻ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ചൈൽഡ്, നോട്ട് ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക്. ഈ പറഞ്ഞ കാര്യം തന്നെ, ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് ആയിട്ടുള്ള പഠനത്തിൽ നിന്നും കുട്ടിയെ ഓവറോളായിട്ട് ഡെവലപ്പ് ചെയ്യുക. കുറച്ചും കൂടി ചുറ്റുപാടുകളിൽ നിന്നും കുറച്ചും കൂടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമല്ലാതെ പുറത്തു നിന്നുമുള്ള നോളജും കൂടി കുട്ടിയിലേക്ക് കൊടുക്കുക. പിന്നെ എക്സാം മോർ ഫ്ലെക്സിബിൾ, എക്സാം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആക്കുക. ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ക്ലാസ് റൂം ലൈഫായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നതിൻ്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്ന ലേണിങ്ങിൻ്റെ കുറച്ച് സെക്ഷൻസാണ്, കുറച്ച് പ്ലാൻസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഞാനവിടെ ലേണിങ്ങിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്, അതൊന്നും ജസ്റ്റ് നോക്കിയാൽ മതി. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇനി എങ്ങനെ നമ്മൾ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അതായത് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നേ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ടീച്ചറാകുമ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ അന്ന് എടുക്കാൻ പോകുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ആ ഒരു യൂണിറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മുന്നേ കൂട്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. മുന്നേ കൂട്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കും അല്ലേ. ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു ചാപ്റ്ററൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ്, ആ ചാപ്റ്റർ നമ്മൾ മുന്നേ കൂട്ടി തന്നെ എന്ത് ചെയ്യും? ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ കൂട്ടി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളവിടെ എഴുതി വെക്കും അപ്പം തന്നെ. പിന്നെ അപ്പോൾ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതായത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു ടോപ്പിക്ക്, അതുകൊണ്ട് എന്താണ് കുട്ടികൾക്ക് നേടാൻ പോകുന്നത്, എന്തൊക്കെയാണ് അവർ അതുകൊണ്ട് അച്ചീവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള അവരുടെ ആ ഒരു ലേണിംഗ് ഔട്ട്കം, അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ, ആ ഒരു യൂണിറ്റിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ സയൻസ് ടീച്ചിങ്ങിൻ്റെയും ലേണിങ്ങിൻ്റെയും പ്ലാനിങ് സെക്ഷനാണ് ഇപ്പോൾ പറയുന്നത്. യൂണിറ്റ് പ്ലാനാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. എന്തായിരുന്നു? നമ്മളിപ്പോൾ നമ്മൾ ഒരു പ്ലാൻ ചെയ്യുക, അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ ഒരു പ്ലാൻ ചെയ്യുക. അതിന് മുന്നേ കൂട്ടി നമ്മൾ ആ കുട്ടികളുടെ മുന്നിലേക്ക് അവർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കണം, എന്തൊക്കെയാണ് നമ്മളതിൽ പറയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് യൂണിറ്റ് പ്ലാനിൽ പറയുന്നത്. അതായത് വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ നമ്മൾ അങ്ങനെയൊക്കെയാണ് വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്ലാനിങ് സെക്ഷൻ, അതാണ് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റാണ് ഉണ്ടാകുന്നത്. അതിലുള്ള അതായത് നമുക്കും പഠിക്കാം, അതേപോലെ അതായത് സ്വയം
പഠിക്കുകയും ചെയ്യാം, അതേപോലെ കുട്ടികളെയും അതിലേക്ക് കൊണ്ടുവരാം. ഒരു കോപ്പറേറ്റ് ലേണിംഗ് ആണ് ഈ പറയുന്ന യൂണിറ്റ് പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പം അതിലെന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 or more ഡിഫറെൻറ്റ് ലെസൺസ് ഓഫ് എ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിലുള്ള കാര്യം തന്നെയാണ്, ഒറ്റ യൂണിറ്റിലുള്ള കാര്യമാണ് പറയുന്നത്. അതിലുള്ള ഓരോരോ സെക്ഷൻസാണ് നമ്മളതിൽ മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിലുണ്ടായിരിക്കും. പിന്നെ അത് സീക്വൻഷ്യലായിട്ട് ഒരു സ്പെസിഫിക് ഓർഡറിൽ നമ്മളതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ ഇന്ന സമയത്ത് പഠിപ്പിച്ചാൽ, അതായത് ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് പഠിപ്പിക്കുക, സ്റ്റാർട്ടിങ് എങ്ങനെ വേണം, അതേപോലെ എൻഡിങ് എങ്ങനെ വേണം, അതുപോലെ എക്സ്പ്ലനേഷൻ സെക്ഷൻ എങ്ങനെ വേണം, എന്തൊക്കെ പറയണം, അങ്ങനെ ഒരു സീക്വൻഷ്യലായിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു പറയുന്ന യൂണിറ്റ് പ്ലാനിന്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും, അതായത് നമുക്ക് വളരെ പ്ലാൻഡ് ആയിരിക്കണം, വെറൈറ്റി എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ തരത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, കുട്ടികൾക്ക് ഓർത്തെടുക്കാൻ തരത്തിൽ. വെറൈറ്റി എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഓർത്തെടുക്കാൻ തരത്തിൽ. ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഈ പറയും പോലെ എന്തെങ്കിലും ഈ പറയുന്ന കെമിസ്ട്രിയിൽ എന്തെങ്കിലും പ്രിപ്പറേഷനൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ അതിങ്ങനെ പറയുന്നതിനൊക്കെ കൂടുതൽ നമ്മളത് കുറച്ച് എക്സ്പീരിയൻസ് കൂടെ, അല്ലെങ്കിൽ ചില എന്തെങ്കിലും ആക്ടിവിറ്റി കൂടെയോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, കുട്ടികൾക്ക് കുറച്ചും കൂടി ഒന്ന് ഓർത്തെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ വേണം നമ്മളൊരു യൂണിറ്റ് പ്ലാന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയും. പിന്നെ നമ്മൾ പറഞ്ഞു യൂണിറ്റിൻ്റെ അതിലുള്ള ലെസൺസ്, അതായത് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർ റിലേറ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ ടോപ്പിക്സ് എന്ത് ചെയ്യണം, ഷുഡ് ബി ക്ലബ്ഡ്, അതായത് ക്ലബ്ബ് ചെയ്തിട്ട് വേണം നമ്മൾ കയ്യിൽ ടോപ്പിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ക്ലബ്ബ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ സൈഡ് കൂടെ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓരോരോ ബോക്സിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ ഓരോരോ പോയിൻറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതായത് ഈ ഒരു ടോപ്പിക്കിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ആ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ അതേപോലെ ടോപ്പിക്സിന് എന്ത് ചെയ്യണം, ക്ലബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ യൂണിറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് സീക്വൻസ്, അതായത് സ്റ്റെപ്പായിട്ടായിരിക്കണം അതിൽ ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോന്നും സ്റ്റെപ്പായിട്ട് വേണം നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട്, അതായത് യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കാനായിട്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാനിങ് ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ അല്ലേ. അതായത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് വേണം. അതേസമയം എന്ത് ചെയ്യണം, നമ്മൾ സ്വയവും പഠിക്കണം. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒരേപോലെ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ, അതായത് നമ്മൾ സ്വയവും പഠിക്കണം, സ്വയം പഠിക്കുകയും ചെയ്യാം, അതേപോലെ എന്ത് ചെയ്യാം, കുട്ടികൾക്കും ആ ഒരു രീതിയിലേക്ക് നമ്മൾ പഠിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുവരാം. അങ്ങനെ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ആണ് ഈ പറയുന്ന യൂണിറ്റ് പ്ലാനിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു യൂണിറ്റ് പ്ലാനോടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്യൂപ്പിൾസ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. കുട്ടികളുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, കുട്ടികളുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ഈ പറയുന്ന യൂണിറ്റ് പ്ലാന് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ക്ലാരിഫൈഡ് ഇൻ വെൽ അക്കോർഡൻസ്, അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് വളരെ ക്ലിയർഡ് ആയിരിക്കണം, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. പിന്നെ മസ്റ്റ് കോറിലേറ്റ് ദ ലൈഫ് ഓഫ് പ്യൂപ്പിൾ, കുട്ടികളുടെ ലൈഫുമായിട്ട് കോറിലേറ്റ് ചെയ്ത് കിടക്കുന്നതായിരിക്കണം. പിന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് ലേണിംഗ്, അതായത് നമുക്ക് ടീച്ചേഴ്സിനും പഠിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ കുട്ടികൾക്കും പഠിക്കാം. അപ്പോൾ രണ്ടുപേർക്കും ഒരു സെൽഫ് ലേണിങ്ങിന് സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സെൽഫ് ഡയറക്റ്റഡ് ആയിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ യൂണിറ്റ് പ്ലാൻ. ഓക്കെ, ഇത്രയാണ് യൂണിറ്റ് പ്ലാനിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ലെസൺ പ്ലാൻ. എന്താണ് ഒരു ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിന് 3 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ലെസൺ പ്ലാനിനെ പറയാൻ പോകുന്നത്. ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഒന്ന്, വാട്ട് ടു ടീച്ച്, എന്താണ് പഠിപ്പിക്കുന്നത്. അതേപോലെ ടു ഹും ടീച്ച്, ആർക്ക് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഹൗ ടു ടീച്ച്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ 3 ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്. ഈ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിൻ്റ് ഓഫ് വാട്ട് എ ടീച്ചർ ഈസ് ഗോയിങ് ടു ഡു. ഒരു ടീച്ചർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ പറയുന്ന ലെസൺ പ്ലാൻ. ഓക്കെ, ഇറ്റ് ഗൈഡ്സ് ദ ടീച്ചർ ഇൻ പ്രസൻറ്റേഷൻ ഓഫ് എ സബ്ജക്റ്റ് മാറ്റർ.
അതായത് ഒരു ടീച്ചർ എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ആ ഒരു സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന ലെസൺ പ്ലാൻ. അതായത് ഒരു ടീച്ചർ മാത്രമല്ല ഈ ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് കരിക്കുലം ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പറയുന്ന ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്. യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ് തയ്യാറാക്കുന്നത്. അത് ആ ഒരു ടീച്ചറുടെ പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് യൂണിറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. ടീച്ചറുടേതായിട്ടുള്ള ഐഡിയാസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു ടീച്ചർ മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് കരിക്കുലം ബേസിസിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ടീച്ചർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റാണ് ലെസൺ പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് ഫോക്കസ് ചെയ്യുന്നത് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിനെ ഫോക്കസ് ചെയ്യുന്നു, അതേപോലെ സബ്ജക്റ്റ് മാറ്ററിനെ ഫോക്കസ് ചെയ്യുന്നു, ആക്ടിവിറ്റീസിനെ ഫോക്കസ് ചെയ്യുന്നു, പ്രൊജക്ഷൻ ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ലെസൺ പ്ലാനിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഈ ലെസൺ പ്ലാനിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ. അതായത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റേഷൻസ് കുറയ്ക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ലെസൺ പ്ലാനൊക്കെ ലെസൺ പ്ലാൻ ആണെന്ന് വെച്ചാൽ യൂണിറ്റ് പ്ലാൻ ആണെന്ന് വെച്ചാലും എന്ത് ചെയ്യും, നമ്മൾ പ്രിപ്പയർ ഒന്നും ചെയ്യാതെ ജസ്റ്റ് അങ്ങനെ ക്ലാസ്സിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആകെ ഒരു ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പ്ലാന് ചെയ്തു വെക്കുന്നു, ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ചെയ്തു വെക്കുന്നു. പിന്നെ മിനിമൈസ് ദ ചാൻസ് ഓഫ് വോമിറ്റിംഗ് സം വൈറ്റൽ പോയിൻ്റ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ പ്ലാനിങ് ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ വിട്ടുപോകും. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പിന്നെ പ്രൊവൈഡ്സ് ദി ബേസിസ് ഫോർ ഇവാലുവേഷൻ പ്രോസസ്സിനൊക്കെ സഹായിക്കുന്നു. ഇനി ഞാനിവിടെ യൂണിറ്റ് പ്ലാനും ലെസൺ പ്ലാനും തമ്മിലുള്ള ഡിഫറൻസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നോക്കി നോക്കുക. എന്താ പറയുന്നത്, യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറുടെ പ്ലാനാണ് ഫോർ ടീച്ചിങ് ആൻ ഇൻഡിവിജ്വൽ ലെസൺ. ഒരു പെർട്ടിക്കുലർ ലെസൺ പഠിപ്പിക്കാനാണ് നമ്മൾ അതായത് ഒരു യൂണിറ്റ് പഠിപ്പിക്കാനാണ് യൂണിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞു. ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ പ്ലാൻ ഫോർ എ യൂണിറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് മെനി ലെസൺസ്. യൂണിറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലെസൺ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ലെസൺ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഒരുപാട് ലെസൺസ് കൂടി ചേർന്നിട്ടുണ്ടാക്കുന്നതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ടീച്ചർ. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീച്ചർ, ഒരു ടീച്ചർ മാത്രമാണ് യൂണിറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. അവരുടെ ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു ടീച്ചറാണ്. പക്ഷേ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഇരുന്നിട്ടാണ് ഈ പറയുന്ന ലെസൺ പ്ലാൻ ഉണ്ടാക്കേണ്ടത്. നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത്, ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് ലെസൺ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു, അത് നമ്മളാണ് ഉണ്ടാക്കിയിരുന്നത്. അത് മിനി ലെസൺ പ്ലാൻസ് ആണ്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നത്. പിന്നെ യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, കവേഴ്സ് ഓൺലി വൺ ലെസൺ ആൻഡ് മേ ടേക്ക് ഓൺലി ഫ്യൂ ഹവേഴ്സ്. അതായത് പെട്ടെന്ന് എഴുതി തീർക്കാവുന്ന, പെട്ടെന്ന് പ്ലാൻ ചെയ്യാവുന്ന ഒന്നാണ് യൂണിറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. മറ്റേതാണെന്ന് വെച്ചാൽ ലെസൺ പ്ലാൻ ആണെന്ന് വെച്ചാൽ എന്താണ്, അത് ഒരുപാട് ടൈം എടുക്കുന്ന, ഒരു പീരീഡ് ഓഫ് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ അതായത് യൂണിറ്റ് പ്ലാനിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടേതായ പോയിൻറ്റ്സൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ടീച്ചറുടെ അതായത് ക്യാൻ ഇൻക്ലൂഡ് പേഴ്സണൽ എയിംസ് ഫോർ ടീച്ചർ ഡെവലപ്മെൻറ്റ്. ടീച്ചേഴ്സിൻ്റെ സ്വയമുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്താണ്, അവർക്ക് അവരുടേതായ പോയിൻറ്റ്സുകൾ ആഡ് ചെയ്യാം, ഐഡിയാസ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതായത് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാം. അങ്ങനെ അതായത് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വേണമെച്ചാലും യൂണിറ്റ് പ്ലാനിൽ നമുക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്യാം. പക്ഷേ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, ഹാൻഡ് ബുക്കൊക്കെ ഈ ലെസൺ പ്ലാനിന് എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ചേർന്നുണ്ടാക്കുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാനാണ് ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വെട്ടാനോ തിരുത്താനോ അല്ലെങ്കിൽ നമ്മുടേതായ ഐഡിയാസ് ആഡ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. ഓക്കെ, ഇനി ഇവിടെ ടൈപ്സ് ഓഫ് ലെസൺ പ്ലാൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ യൂണിറ്റ് പ്ലാനൊക്കെ ഒരു ലെസൺ പ്ലാനിൻ്റെ ഒരു ടൈപ്പാണെന്ന് പറയാം. അതുപോലെ കരിക്കുലം, സിലബസ്, ക്ലാസ് ലെസൺ പ്ലാൻ, അതൊക്കെ ഈ ലെസൺ പ്ലാനിൻ്റെ ഒരു ടൈപ്പാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലാനും ലെസൺ പ്ലാനും കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി പറയുന്നതാണ് എയ്ഡ്സുകളെ കുറിച്ചിട്ട്.
അതായത് എഫക്റ്റീവായിട്ടുള്ള ലേണിങ്ങിന് സഹായിക്കുന്ന കുറച്ച് എയ്ഡ്സുകളാണ് പറയുന്നത്. നമ്മൾക്ക് ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, അങ്ങനെയൊക്കെ എയ്ഡ്സുകൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലേണിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ജസ്റ്റ് കേൾക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കെമിസ്ട്രി സെക്ഷനിൽ നമ്മളിപ്പോൾ ഒരു അമോണിയയുടെ പ്രിപ്പറേഷൻ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ഹേബർ പ്രോസസ്സ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഇന്ന എലമെൻറ്റ്സ് ആണുള്ളത്, ഹൈഡ്രജനും നൈട്രജനും ആണുള്ളത്, അതേപോലെ അപ്പാരറ്റസ് ഇന്നതാണ്, കാറ്റലിസ്റ്റ് ഇത്ര ഇന്നതാണ് എടുക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണ് ആ ഒരു പ്രോസസ്സ് എന്നുണ്ടെങ്കിൽ, അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ജസ്റ്റ് ആ കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതെന്താണ്, അവരുടെ ആ ഒരു മെമ്മറിയിൽ നിന്നും കുറച്ച് നേരമൊക്കെ ഉണ്ടായിരിക്കും, പിന്നെന്താണ് കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി പോയിട്ടുണ്ടാവും അവരുടെ മെമ്മറിയിൽ നിന്ന്, അല്ലേ? നമ്മൾ ജസ്റ്റ് അത് കേൾക്കുക മാത്രമാണ്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായിട്ട് അവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന അമോണിയയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, അവരുടെ മുന്നിൽ നിർത്തി കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവരത് ഒന്നുകൂടി കേൾക്കുന്നുണ്ട്, നമ്മളീ പറയുന്ന എക്സ്പ്ലനേഷൻ ഫുള്ള് കേൾക്കുന്നുണ്ട്, കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഒരു പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവർ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ എന്താണ്, രണ്ടും ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ്, കാണും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എഫക്റ്റീവായി, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് എയ്ഡ്സ്, എഫക്റ്റീവായിട്ടുള്ള ലേണിങ്ങിന് സഹായിക്കുന്ന ഹെൽപ്ഫുള്ളായിട്ടുള്ള എയ്ഡ്സുകളാണ് ഇവിടെ പറയുന്നത്. മെയിനായിട്ട് നമ്മളിവിടെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ സൗണ്ടിനെ മാത്രം യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന, അതായത് സൗണ്ടിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള എയ്ഡ്സാണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേപ്പ് റെക്കോർഡർ, ഹെഡ്ഫോണ്, മൈക്രോഫോണ്, അതൊക്കെ എന്താണ്, കമ്പ്യൂട്ടർ, അതൊക്കെ എന്താണ് ഓഡിയോ എയ്ഡ്സ് ആണ്, അല്ലേ? കമ്പ്യൂട്ടേഴ്സ് രണ്ടിലും പെടും കേട്ടോ, വിഷ്വൽ എയ്ഡ്സിലും പെടും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന റെക്കോർഡർ, അതായത് ടേപ്പ് റെക്കോർഡർ, ഹെഡ്ഫോണൊക്കെ എന്താണ് ഓഡിയോ എയ്ഡ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഉള്ളതൊന്നാണ് വിഷ്വൽ എയ്ഡ്സ്. അത് തന്നെ രണ്ട് സെക്ഷനുണ്ട്, പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സും ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സും ഉണ്ട്. പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് OHP പറയാം, ഓവർ ഹെഡഡ് പ്രൊജക്റ്റ്, അതുപോലെ സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്സ്, അതൊക്കെ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിളാണ്. നോൺ പ്രൊജക്റ്റഡ് ആകുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പിക്ചേഴ്സ്, ഗ്രാഫിക്സ്, അതുപോലെ ബോർഡിൻ്റെ ബ്ലാക്ക് ബോർഡിൻ്റെ ഡിസ്പ്ലേ, അതൊക്കെ എന്താണ് നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിളാണ്. ദെൻ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതായത് ഇപ്പോൾ ഇതിപ്പോൾ എന്താണ്, ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ടേപ്പ് റെക്കോർഡിലൊക്കെ ഒരു കാര്യം കേൾക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ്, വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ്. അപ്പോൾ അതിലെന്താണ് പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അതല്ല വിഷ്വൽ എയ്ഡ്സ് ആണെന്നുണ്ടെങ്കിലോ, ജസ്റ്റ് നമ്മൾ കാണുകയാണ്, അതിൽ ശബ്ദങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചിലപ്പോൾ അത് അത്ര അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലേ? അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടിയും ഒരു ലിങ്ക്, അതായത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുമുണ്ട്, ശബ്ദമുണ്ട്, കാഴ്ചയുണ്ട്, അങ്ങനെ രണ്ടും ഉള്ള ഒരു എയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കമ്പ്യൂട്ടർ, അതുപോലെ വീഡിയോസ്, ടെലിവിഷൻ, മൂവീസ്, അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ കാണുകയാണെന്ന് വെച്ചാൽ അതിന് വെറും വിഷ്വൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല, അല്ലേ? അതേപോലെ സൗണ്ട് മാത്രമേ ഉള്ളൂ, കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു എഫക്റ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ രണ്ടും കൂടെ ഉള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ, അതായത് അതായത് ഒരു ലോങ് ടേം മെമ്മറിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ് ഈ പറയുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് ഫിസിക്കൽ സയൻസ് ലേണിങ്ങിൽ ഇമ്പോർട്ടൻസ് ആയിട്ട്, അതായത് ഒരു അഡ്വാൻറ്റേജ് പോലെ നമുക്ക് എന്തൊക്കെ പറയാൻ കഴിയും, പ്രധാന കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ്, ജോലി ഭാരം കുറയ്ക്കുന്നു. മെയിനായിട്ട് അവർക്കാണ് അതിൻ്റെ ഒരു എന്താണ്, ജോലി ഭാരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഇങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് അങ്ങനെ കുറേ നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരുപാട് ടൈം വേണം, ഈ ഒരു വെറുതെ ഇങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ, അല്ലേ? അപ്പോൾ അതെന്താണ്, ടീച്ചേഴ്സിന് ഭയങ്കര ഒരു സ്ട്രെയിനുള്ള കാര്യമാണ്, ഒരുപാട് നേരം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനൊരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ജോലിഭാരം അവർക്ക് കുറഞ്ഞു കിട്ടുന്നു. പക്ഷേ അതേപോലെ കുട്ടികൾക്ക് എന്താണ് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്നത്, അതായത് നമുക്ക് ഇപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്യും. അതേപോലെ അറ്റൻഷൻ കുറയും, അവർക്ക് പെട്ടെന്ന് അവരുടെ അറ്റൻഷൻ മാറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ആ സമയത്ത് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അതായത് കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
അതായത് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സഹായിക്കുന്ന ഒന്നാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, കൺവേ മീനിങ് ക്ലിയർലി, അതായത് ഒരു സംഭവത്തിൻ്റെ മീനിങ് ക്ലിയറായിട്ട് കൊടുക്കാൻ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ, പുതുതായിട്ടുള്ള നല്ല ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ ടീച്ചിങ് പ്രോസസ്സ് റിയലിസ്റ്റിക് ആവാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ കുട്ടികളുടെ അറ്റൻഷൻ പറഞ്ഞു. പിന്നെ ബെറ്റർ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, അതായത് ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പിക്ചേഴ്സോ വീഡിയോസോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്താണെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ കുട്ടികൾക്ക്, അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക, അതായത് കുട്ടികൾക്ക് ഇപ്പോൾ അങ്ങനെ ബോറിംഗ് ആയിട്ടിരിക്കുന്ന നമുക്കിങ്ങനെ കുറേ നേരം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ബോറിംഗ് ആവില്ല. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയോ വിഷ്വൽസിന് കഴിയും. പിന്നെ ഈ ഓഡിയോ വിഷ്വൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഹാൻഡിൽ, അതായത് ടച്ച്, ഫീൽ, അങ്ങനെയുള്ള, അതായത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന് ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കുട്ടികൾക്ക് കിട്ടുകയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷന് സഹായിക്കുന്നു. അതുപോലെ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. സയൻറ്റിഫിക് ടെമ്പർ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഓഡിയോ വിഷ്വലിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള, അതായത് ഫിസിക്കൽ സയൻസിൽ ഓഡിയോ വിഷ്വൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി, അറ്റൻഷൻ, അങ്ങനെയുള്ള കാര്യം, ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക, ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ നമുക്കിതിൽ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എൻ ആക്ടിവിറ്റി എയ്ഡ്. ഓപ്ഷൻ എ വീഡിയോ ക്ലിപ്സ്, ബി വർക്കിംഗ് മോഡൽ, സി ഫീൽഡ് ട്രിപ്പ്, ഡി സ്റ്റിൽ മോഡൽ. എന്താ ചോദിച്ചിരിക്കുന്നത്? ആക്ടിവിറ്റി എയ്ഡ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആക്ടിവിറ്റി എയ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? വർക്കിംഗ് മോഡൽ അല്ലേ. ഓപ്ഷൻ ബി വർക്കിംഗ് മോഡലാണ് ആൻസർ വരിക. കാരണം എന്താണ്, അതൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുകയാണ് അല്ലേ. വർക്കിംഗ് മോഡൽ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആക്ടിവിറ്റി എയ്ഡിന് എക്സാമ്പിളാണ് വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്. ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടെലിവിഷൻ, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ, ഓപ്ഷൻ സി ടേപ്പ് റെക്കോർഡർ, ഓപ്ഷൻ ഡി വീഡിയോ. ഏതാണ് ഓഡിയോ വിഷ്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെലിവിഷനും കമ്പ്യൂട്ടറും വീഡിയോ ഒക്കെ എന്താണ്, ഓഡിയോ വിഷ്വൽ എയ്ഡിന് എക്സാമ്പിളാണ് അല്ലേ. അപ്പോൾ ടേപ്പ് റെക്കോർഡറാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ടേപ്പ് റെക്കോർഡറാണ് ആൻസർ. അതെന്താണ്, ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത് വെറും ഓഡിയോ എയ്ഡ് മാത്രമാണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ടേപ്പ് റെക്കോർഡറാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈൽ പ്ലാനിങ് എ ലെസൺ പ്ലാൻ ടീച്ചർ റൈസസ് ദി ക്വസ്റ്റ്യൻ വാട്ട് ടു ടീച്ച്. ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഓപ്ഷൻ ബി ലേണിംഗ് ആക്ടിവിറ്റീസ്, ഓപ്ഷൻ സി കണ്ടൻറ്റ്, ഓപ്ഷൻ ഡി ഇവാലുവേഷൻ. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, വാട്ട് ടു ടീച്ച്, എന്താണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ, അതായത് വാട്ട് ടു ടീച്ച്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് പറയുന്ന ആൻസർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. അതൊരു പ്രീഫിക്സ് ചെയ്തിട്ടുള്ള സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിനെയാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതായത് ആ ഒരു ടീച്ചിങ്ങിൻ്റെ സമയത്ത് കൊടുക്കുന്ന ആക്ടിവിറ്റി സെക്ഷൻസ് ആണത്. പിന്നെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പ്രോസസ്സാണ്. അപ്പം നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇതിലാണ്, കണ്ടൻറ്റിലാണ് എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കണ്ടൻ്റ് ആണ്. വാട്ട് ടു ടീച്ച്, എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് കണ്ടൻറ്റിൻ്റെ സെക്ഷനിലാണ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി കണ്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഗ്രാഫിക് എയ്ഡ്. ഗ്രാഫിക് എയ്ഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എപ്പിഡിയാസ്കോപ്പ്, ഓപ്ഷൻ ബി ചാർട്ട്, ഓപ്ഷൻ സി മാപ്പ്, ഓപ്ഷൻ ഡി ഗ്രാഫ്. ഗ്രാഫിക് എയ്ഡ് അല്ലാത്തത്, ചാർട്ട് എന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത്, ഗ്രാഫ് എന്നൊക്കെ എന്താണ്, ഒരു ഗ്രാഫിക് എയ്ഡുകളാണ് അല്ലേ. പക്ഷേ ഇവിടുത്തെ എപ്പിഡിയാസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു പ്രൊജക്ടറാണ്, ഒപാക് പ്രൊജക്ടറാണ് എപ്പിഡിയാസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗ്രാഫിക് എയ്ഡ് അല്ലാത്തത് എന്നുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എപ്പിഡിയാസ്കോപ്പാണ്.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും ഈ സെക്ഷനിൽ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് മുഴുവൻ ഈ പറയുന്ന എയ്ഡ്സുകളുടെ സെക്ഷനിൽ നിന്നാണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സുകളുടെ സെക്ഷനിൽ നിന്നാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തന്നിട്ട് അത് ഏതിൽ പെടുന്നു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാട്ട് ടു ടീച്ച് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഏതിൽ പെടുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കും. ചിലപ്പോൾ ഇൻസ്ട്രക്ഷനിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇത് സിമ്പിളാണ്. എയ്ഡ്സിൻ്റെ സെക്ഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയാണ് ഇതിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഈ സെക്ഷൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്ന സെക്ഷൻ സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.